എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് സംസാരിക്കാൻ തോന്നുന്നത് വേറൊന്നിനെയും പറ്റിയല്ല. നമ്മുടെ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ വേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഹതഭാഗ്യം. അദ്ദേഹം വളരെ നിർഭാഗ്യകരമായ ഒരു സിറ്റുവേഷനിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി. ഇമ്മീഡിയറ്റ് എമർജൻസി ആൻജിയോപ്ലാസ്റ്റിക്ക് വന്നതായിരുന്നു എന്ന് തോന്നി. അതിന് വന്നിട്ട് അത് നടത്താൻ പറ്റാതെ കുറേ ദിവസം കിടന്ന് അതിനുശേഷം തറയിൽ കിടന്ന് അത്രയും നിർഭാഗ്യകരമായ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം മരണപ്പെടുന്നുണ്ട്. അദ്ദേഹം ഒരു ഓഡിയോ ക്ലിപ്പ് എടുത്ത്, അതായത് ഓഡിയോ ക്ലിപ്പ് ഇൻ ദ സെൻസ് അദ്ദേഹത്തിന്റെ സുഹൃത്തിന് അവിടുത്തെ ദുരവസ്ഥയെ പറ്റി വിവരിച്ചുകൊണ്ടുള്ള ഓഡിയോ ക്ലിപ്സ് അയക്കുന്നു. എന്നിട്ട് അദ്ദേഹം മരണപ്പെടുകയാണെങ്കിൽ ഇത് പുറത്തു വിടണം എന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന് അറിയണം അദ്ദേഹത്തിന്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത്, അദ്ദേഹത്തിന്റെ കണ്ടീഷൻ ക്രിട്ടിക്കലാണെന്നുള്ളത് അവിടുത്തെ ഡോക്ടേഴ്സിനേക്കാൾ നന്നായി ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവിടുത്തെ ഡോക്ടേഴ്സിനും അറിയായിരുന്നു. പക്ഷെ അവർ വളരെയധികം എന്താ പറയുക, നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഗവൺമെന്റ് ഓഫീസസിലൊക്കെ കാണുന്ന പോലത്തെ എല്ലാ പൂർണ്ണമായിട്ടുള്ള നല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ, ഗവൺമെന്റ് ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ഞാൻ ഇതിൽ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഗവൺമെന്റ് ഓഫീസുകളിലും ഇതേപോലെ തന്നെ. പക്ഷെ ഒരിക്കലും ഒരു ആതുരാലയത്തിൽ, ഒരു ഹോസ്പിറ്റലിൽ ഇതുപോലെ അനാസ്ഥ ഡോക്ടേഴ്സ് കാണിക്കരുത്. കാരണം അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കണ്ടീഷനെ പറ്റി ഒരു ഡോക്ടർക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ അഥവാ മനസ്സിലായില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന്റെ, അറ്റ്ലീസ്റ്റ് ട്രിവാൻഡ്രം ഹോസ്പിറ്റലിന്റെ, വളരെ മികച്ച ഹോസ്പിറ്റൽ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്, അതിന്റെ ക്വാളിറ്റി വളരെയധികം താഴെ പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. അത് തികച്ചും എന്താ പറയാ, ആശങ്ക ഉളവാക്കുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ്. അപ്പം അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനു മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ആരോഗ്യരംഗത്തിനെ പറ്റി, കേരളത്തിന്റെ ആരോഗ്യരംഗത്തിനെ പറ്റി. നമുക്ക് എപ്പോഴും അഭിമാനിക്കാൻ വക നൽകിയ ഒരു മേഖലയായിരുന്നു ആരോഗ്യരംഗം. വക നൽകുന്ന ചില കാര്യങ്ങളിൽ ഒന്നായിരുന്നു ആരോഗ്യരംഗം. എന്നാൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട്, അതിൻ്റെ മുന്നത്തെ 5 വർഷത്തിനെ പറ്റി ഞാൻ പറയുന്നില്ല, കാരണം അതിന് മുന്നത്തെ 5 വർഷം ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി അത് വളരെ നന്നായി കൊണ്ടുപോയി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ എനിക്ക് ഒരു തെറ്റും പറയാനില്ല, അല്ലെങ്കിൽ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അവിടെ ചെറിയൊരു പ്രശ്നം അത് എപ്പോഴും ഉണ്ടാകുന്നത് മാത്രം. എന്നാൽ ആ ഒരു ക്വാളിറ്റി എപ്പോഴും അവർ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഹർ അഡ്മിനിസ്ട്രേഷൻ ശരിക്കും പറയുകയാണെങ്കിൽ വളരെ മികച്ച ഒന്ന് തന്നെയായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 5 വർഷം വീണ ജോർജ് കാണിച്ചത്, ഒരു ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ കത്തീഡ്രൽ ലാബ് അവിടെ ഉണ്ടാക്കി, ഞാൻ കത്തീഡ്രൽ ലാബ് ഇവിടെ ഉണ്ടാക്കി, എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ കത്തീഡ്രൽ ലാബ് ഉണ്ടാക്കി എന്നുള്ള, അല്ലെങ്കിൽ ആടെ ഒരു ബിൽഡിംഗ് നവീകരിച്ചു, ഈ വർത്താനമാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾക്ക് കഴിഞ്ഞ 5 വർഷം കൊണ്ടുണ്ടായ മൂല്യച്യുതി വളരെ വലുതാണ്. അത് അങ്ങ് മുകളിൽ നിന്ന് തുടങ്ങി താഴെ വരെ ഇതന്നെ അവസ്ഥ. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് വളരെ നല്ലൊരു മെഡിക്കൽ കോളേജാണ്. അവിടെയും പ്രശ്നങ്ങൾ, പല മെഡിക്കൽ കോളേജുകളിൽ പ്രശ്നങ്ങൾ, പലതും പുറത്തു വരുന്നില്ല. ഇതിപ്പോൾ പുറത്തു വന്നത് എന്തുകൊണ്ടാണ്? ഈ വ്യക്തി മരണപ്പെട്ടു, അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ സുഹൃത്തിന് ഇത് പുറത്തറിയിക്കണം എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം അത് ചെയ്തു. ആ മരണപ്പെട്ടതിന് ശേഷവും ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ദുരവസ്ഥയെ പറ്റി നാട്ടുകാരിൽ എത്തിച്ചുകൊണ്ട് അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന്, ഒരു രക്തസാക്ഷി എന്നൊക്കെ വേണമെങ്കിൽ ഇദ്ദേഹത്തെ വിളിക്കാം. ഓക്കെ, സംഭവിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ നഷ്ടം ഒരിക്കലും നികത്താൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. ഞാൻ പല ചാനൽ ചർച്ചകളും കണ്ടു. ഓക്കെ, അതിൻ്റെ അകത്ത് ആദ്യം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ LDF പ്രതിനിധികൾ, ഇടതുപക്ഷ പ്രതിനിധികൾ വന്നു നിന്നുകൊണ്ട് ഇങ്ങനെ ന്യായീകരിക്കുകയാണ് ഈ ഒരു തെറ്റിനെ. ഒറ്റപ്പെട്ട സംഭവങ്ങൾ കൊണ്ട് ഒരു സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയെ നിങ്ങളിങ്ങനെ വില കുറച്ച് കാണരുതെന്നൊക്കെയാണ് പറയുന്നത്. എന്തൊറ്റപ്പെട്ട സംഭവം മിസ്റ്റർ, അല്ലെങ്കിൽ ആൾക്കാർ, ഈ വന്നിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് എന്തൊറ്റപ്പെട്ട സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്? ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ദിവസങ്ങളിൽ ഇതല്ലെങ്കിൽ വേറെ രീതിയിൽ പല രോഗികൾ ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ടാവും. ആ സംഭവങ്ങൾ പുറത്തേക്ക് വരാതിരുന്നിട്ടുണ്ടാവും. ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ മാത്രം ചിന്തിക്കുന്ന കാര്യമല്ല. ഒരു ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനത്തിന് കൈയാളുന്ന ആ ഗവൺമെന്റ്, ഓക്കെ, അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെയും കൈപ്പിടിയിൽ ഒതുക്കണം. കാരണം അവരുടെയും കൺട്രോൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ ഗവൺമെന്റിനുണ്ട്, ആ മന്ത്രിക്കുണ്ട്. അത്രയും കോർഡിനേഷനും അത്രയും ദീർഘവീക്ഷണം ഉണ്ടായാൽ മാത്രമേ ആരോഗ്യ മേഖല പോലുള്ള ഒരു കാര്യത്തെ നയിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൽ മുന്നേറാൻ പറ്റുള്ളൂ. വീണ ജോർജിന്റെ കാര്യം എടുക്കുകയെന്ന് വെച്ചാൽ അവർ വളരെ പരിതാപകരമാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെ അവസ്ഥ വളരെ ദയനീയമായി. ഇതുപോലും ഒരു ഡോക്ടർ പറയുന്നത് കേട്ടോ. അതായത് ഇപ്പോഴത്തെ കണ്ടീഷൻ പറഞ്ഞാൽ, ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കും, അവിടേക്ക് ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഒരു ഉദാഹരണം പറയുകയാണ്. അതായത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, അതിന്റെ അപ്പുറം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നു.
കൂടുതൽ രോഗികളെ കടത്താനും ഇതാണ്. എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഇവിടെ തന്നെ ഇവിടെ 10 ഡോക്ടേഴ്സിന്റെ ആടെ വരെ 4 ഡോക്ടേഴ്സിന്റെ എടുത്തിട്ട് പുതിയ ബിൽഡിങ്ങിലിടും. അതുകൊണ്ട് കാര്യമില്ല. കാരണം ഇവിടെയുള്ള 10 ഡോക്ടേഴ്സിന് ഈ രോഗികളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഈ 10 ഡോക്ടേഴ്സ് ഈ ബിൽഡിങ്ങിൽ തന്നെ ഉണ്ടാവണം. അവിടെ വരുന്ന രോഗികൾ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്, അവിടെ അതിലേക്ക് അവിടെ എത്ര രോഗികളാണ് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതുപോലുള്ള എറേഴ്സ് അവർ ഡോക്ടേഴ്സിന് വരുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞതിൽ കാര്യമുണ്ട്. അപ്പൊ ഈ പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഈ 10 പ്ലസ് ഒരു 4 ചെയ്യേണ്ടത്. അത് 14 ഡോക്ടറാണ് അവിടെ. ഇത് 10 വെച്ചിട്ട് തന്നെ പുതിയ ബിൽഡിംഗ് ഹാൻഡിൽ ചെയ്യരുത്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്ടേഴ്സിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുകയും അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധ കുറയും, ഇതുപോലുള്ള മരണങ്ങൾ ഉണ്ടാവും. ചില വർഷങ്ങൾക്ക് ശേഷം, ഒരു വർഷത്തിന് ശേഷം, 2 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ടോ ചിലത് ഇങ്ങനെ പുറത്തു വരും, ചിലത് പലതും പുറത്തു വരില്ല. അവർ വിചാരിക്കും ബുദ്ധിമുട്ട് കൊണ്ട് ഡോക്ടറുടെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട്, അതായത് ഇതുകൊണ്ടാണ് മരിച്ചത് എന്നത് വിശ്വസിച്ചുകൊണ്ട് അവർ പോകും. അവരവരുടെ സങ്കടത്തിൽ വർഷങ്ങളോളം കഴിയും, അങ്ങനെ മുന്നോട്ട് പോകും. പക്ഷെ എനിക്ക് പറഞ്ഞ ആ ഡോക്ടർ, ആ ചർച്ചയിൽ പങ്കെടുത്ത ആ വ്യക്തി പറഞ്ഞ കാര്യം വളരെ സ്പഷ്ടമാണ്. അതായത് പുതിയൊരു ബിൽഡിംഗ് വരുന്നുണ്ടെങ്കിൽ, ഡെവലപ്മെന്റ്സ് വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡോക്ടേഴ്സിന്, വിദഗ്ധരായ ഡോക്ടേഴ്സിന് ഇതിലേക്ക് കൊണ്ടുവരണം. അവർ പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് പുതിയ ചെറുപ്പക്കാർ, പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദഗ്ധരായ, ഭാവിയിൽ മികച്ച ഡോക്ടറാകാൻ സാധ്യതയുള്ള, ബുദ്ധിയുള്ള, അത്രയും ഇതൊരു ട്രബിൾ ഷൂട്ടിംഗ് ആണല്ലോ അല്ലെ. നമ്മളിപ്പോൾ ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആക്കുന്ന പോലെ അതൊരു കഴിവാണ്, പഠനം മാത്രമല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഴിവാണ്, അതൊരു വീക്ഷണമാണ്. അത് എങ്ങനെയായിരിക്കും, എന്തുകൊണ്ടായിരിക്കും, അതിനനുസരിച്ച് അത് ഇപ്പം ഞാൻ പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ ഇഷ്യൂ ട്രബിൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു ട്രബിൾ ഷൂട്ട് ചെയ്യുന്ന എഞ്ചിനീയർക്ക് ഒരു ഐഡിയ ഉണ്ടാവും. എല്ലാ എഞ്ചിനീയേഴ്സും പെർഫെക്റ്റ് ആയിരിക്കില്ല. ഒരു പക്ഷെ തിയറി അത്രയ്ക്ക് അരക്കി കലക്കി ഒരുത്തനേക്കാൾ നന്നായി അത് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ വേറൊരു എഞ്ചിനീയർക്ക് സാധിക്കും. അപ്പോൾ വളരെ ഫാസ്റ്റായി കാര്യങ്ങൾ ചെയ്യാൻ വേറൊരു എഞ്ചിനീയർക്ക് സാധിക്കും. അപ്പൊ ആ ഒരു സംഭവം, അതേപോലത്തെ ഒരു കമ്പാരിസൺ, ആ ഒരു സംഭവം, ആ ഒരു ടൈപ്പ് ഓഫ് ട്രബിൾ ഷൂട്ടിങ് ഉള്ള, അതാണ് കഴിവ് ശരിക്കും. പെട്ടെന്ന് ആക്ട് ചെയ്യാനുള്ള, തീരുമാനമെടുക്കാനുള്ള കഴിവുകളൊക്കെ ഉള്ള ഡോക്ടേഴ്സിനാണ് അവരാണ് മികച്ച ഡോക്ടേഴ്സ് ആവുന്നത്. കൂടെ ഈ തിയററ്റിക്കൽ നോളജും അതുപോലെ തന്നെ പ്രാക്ടിക്കലി കാര്യങ്ങളെ പറ്റിയുള്ള അവഗാഹവും കൂടിയാണ് അവരെ മികച്ച ഡോക്ടേഴ്സ് ആകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ എണ്ണം വളരെയധികം കുറഞ്ഞു പോകുന്നു എന്നുള്ളൊരു കൺസേണും ആ ഡോക്ടർ പ്രകടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ആരോഗ്യമന്ത്രി മാത്രമല്ലല്ലോ, അവർക്ക് താഴെ അവരെ അഡ്വൈസ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർക്കൊന്നും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും, ഈ ആരോഗ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അവർ കൊടുക്കണമല്ലോ ഓർഡർ. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു മെഡിക്കൽ കോളേജിന്റെ കാര്യം എടുത്താൽ തന്നെ, ഈ അടുത്ത് ഡോക്ടർ ഹാരിസ് അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നിട്ടും അവിടെ ഒരു കാര്യവും നടന്നിട്ടില്ല. അവർക്ക് അപ്പോഴത്തേക്കും നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് വീണ ജോർജിന് ഹാരിസിനെ എങ്ങനെയെങ്കിലും കുടുക്കി അയാളുടെ മാനം നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് പൊളിഞ്ഞപ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്ത് വന്നു എന്നുണ്ടെങ്കിൽ അത് ഇവിടെയുള്ള കൊച്ചു കുഞ്ഞിനു പോലും മനസ്സിലാവും എന്താണ് അവർ കാണിച്ചതെന്നുള്ള, ഈ വീണ ജോർജ് കാണിച്ചതെന്നുള്ളത്. വീണ ജോർജും അവിടെയുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും. അപ്പോൾ ഇപ്പോഴും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും അവിടുത്തെ ഡോക്ടേഴ്സും പറയുന്നത് ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നാണ്. ആരെങ്കിലും പറയും ഒരു തെറ്റ് ചെയ്തിട്ട്, ആരെങ്കിലും പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല, ഒരു ചികിത്സാ പിഴവ് എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ വേറൊരു തെറ്റ് ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയി. ഈ ഒരു മേഖലയിൽ ഇരിക്കുന്ന ആൾക്കാരൊന്നും, ഹോസ്പിറ്റലിൽ മാത്രമല്ല ഈ ഒരു ഉന്നത മേഖലയിൽ ഇരിക്കുന്ന ആൾക്കാരൊന്നും അവരുടെ തെറ്റ് അംഗീകരിക്കില്ല. തെറ്റ് അംഗീകരിച്ചാൽ തീർന്നില്ലേ അവര്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഡോക്ടേഴ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് അവർക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ, യെസ് ഞങ്ങൾക്ക് തെറ്റ് പറ്റി, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇത് പറ്റിയത്, എന്താണ് ഈ തെറ്റിലേക്ക് നയിച്ചത്, ഒരു പക്ഷേ അത് അവർ തുറന്നു പറയാൻ തയ്യാറാണ്. അതായത് എനിക്ക് വർക്ക് ലോഡ് കൊണ്ട് എനിക്കിത് ക്ലിയറായി ചെയ്യാൻ പറ്റിയില്ല, അതൊരു കൺഫെഷനാണ്. ഓക്കെ, കൺഫെഷൻ നടത്തിക്കുന്ന അതിനനുസരിച്ച് അദ്ദേഹത്തിന് ആ ചെയ്ത ഡോക്ടർ ആരാണോ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആരാണോ അവർക്ക് തുറന്നു പറയാം ഇതുകൊണ്ടാണ് ഇത് പറ്റിയത്. അതല്ല അറിഞ്ഞുകൊണ്ട് അവഗണിച്ചതാണെങ്കിൽ അവർക്കൊരു മാപ്പുമില്ല. അതുപോലെ ഡോക്ടേഴ്സിന്റെ കാര്യം പറയുന്നത് പോലെ തന്നെ അവരുടെ ഈ വർക്ക് ലോഡ് ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ തന്നെ ഹോസ്പിറ്റലിന്റെ മറ്റു കാര്യങ്ങൾ, ഒരു കാര്യം കൂടെ, അതായത് ഈ മരിച്ച വ്യക്തിയുടെ ഭാര്യ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇവർക്ക് ബൈസ്റ്റാൻഡർ, അതായത് എല്ലാവർക്കും തുണയായിട്ട് വേറൊരാണുണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അവരോട് ചോദിച്ചു ആണുങ്ങളാരും ഇല്ലേ. അപ്പോൾ ആണുങ്ങളാരും ഇല്ല. ഒരു പക്ഷെ വരാൻ അങ്ങനെ വേറൊരാണ് വരാൻ, എന്താ പറയാ, ഇതില്ലാത്തൊരു ഫാമിലി ആയിരിക്കും, അത് കിട്ടിക്കാണില്ല. അപ്പൊ അവർ തന്നെയായിരുന്നു ഓടേണ്ടി വന്നത്. അപ്പൊ അങ്ങനെയുള്ള മരുന്നും ഈ സാധനങ്ങളൊക്കെ വാങ്ങും. ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് അവരുടെ ചുറ്റുപാടുകൾ ഉണ്ട് കഴിഞ്ഞാൽ അവർ സാമ്പത്തികമായിട്ട് കുറച്ച് താഴ്ന്നു നിൽക്കുന്നതാണ്. അപ്പൊ അവർക്ക് പെട്ടെന്ന് അത് സാധിച്ചു എന്നും വരില്ല. പുറത്തേക്ക് പോയി വാങ്ങുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും സാധിക്കുമോ? നിങ്ങൾ ചിലർക്കൊക്കെ പറയും എന്ത് ഒരിത്തിരി സാധനമല്ലേ. പക്ഷെ ചില സാധിക്കാത്ത ആൾക്കാരുണ്ട്. അതേസമയം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള പകച്ചു പോകുന്ന, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് ഇത്ര അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്, പെട്ടെന്ന് ഈ ഒരു സാധനം വാങ്ങുന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും പെട്ടെന്ന് സാധിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത്
ഹോസ്പിറ്റലിൽ ഉണ്ടാവേണ്ട ഒരു സാധനം ഈ ബൈസ്റ്റാൻഡറോട് പോയിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരാൻ പറയുന്നത് അത്രയധികം അധപ്പതിച്ചിരിക്കുന്നു നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എനിക്കൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ല മെഡിക്കൽ കോളേജുകളിലൊക്കെ കിടന്നിട്ടും അങ്ങനെയൊക്കെ ആയിട്ട്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പണ്ട് ഈ തറയിൽ കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു കാലഘട്ടം നമ്മൾ മാറി ഇവിടെ എത്തി. ഇത് കേരളമാണ് എന്ന് നമ്മളിങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിപ്പോൾ നമ്മൾ ഇത് കേരളമാണെന്ന് പറയുമ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ കാണണം മറ്റുള്ള കാര്യങ്ങൾ, എന്നിട്ടേ നമ്മൾ ഇത് കേരളമാണ് എന്ന് പറയാവുള്ളൂ. മനസ്സിലായില്ലേ? അതുപോലെ എനിക്ക് സംസാരിക്കാനുള്ള ഈ രാഷ്ട്രീയ പ്രതിനിധികളുടെ ഈ ന്യായീകരണമാണ്. എന്ത് പറ്റിയാലും എന്തിൻ്റെ ഇത് നിങ്ങളിങ്ങനെ ഒറ്റപ്പെട്ട സംഭവം വെച്ചുകൊണ്ട് ഞങ്ങളുടെ മന്ത്രിയെയും ഞങ്ങളുടെ ഗവൺമെന്റിനെയും അപമാനിക്കരുത്, ഇത് പിന്നെ കേരളത്തിനെ കുറ്റം പറയരുത്. എന്തൊരു കാര്യം അത്. ഇവർക്കൊക്കെ പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളെയും മറ്റുള്ള ആൾക്കാരുടെയും മറ്റുള്ള രാഷ്ട്രീയക്കാരുടെ ഇപ്പൊ ഉദാഹരണം കോൺഗ്രസ് എന്തെങ്കിലും തെറ്റുപറ്റി, ഇതിപ്പോ കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്, കോൺഗ്രസിന് എന്തെങ്കിലും തെറ്റുപറ്റി, ഡിവൈഎഫ്ഐയും CPM-മാരും ഇവിടെ ഉള്ള ഹോസ്പിറ്റലിൽ വച്ചേക്കായിരുന്നു, അടിച്ച് തകർക്കൂല അവര്. അപ്പൊ എന്തുകൊണ്ട് ഇവർ ഈ ഒരു ചെയ്യുന്ന അങ്ങനെ ആയിരിക്കണം? ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആക്ഷൻ ഉണ്ടായില്ല, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. ഓക്കെ, ശക്തമായ പ്രതിഷേധ നടപടികൾ നടത്തുന്നതുകൊണ്ടും തെറ്റില്ല, അതിൽ ഞാൻ ഡിവൈഎഫ്ഐയെ അനുകൂലിക്കുന്നു. പക്ഷേ ഇപ്പോ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഇതേ ആൾക്കാർ അതേ രീതിയിൽ പ്രതികരിക്കണം. ആ പ്രതികരിക്കുന്ന അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ വളരെ എന്താ പറയാ അക്രമ രീതിയിൽ പ്രതികരിക്കേണ്ടിയിരുന്ന ഒരു പാർട്ടി ഇങ്ങനൊരു സംഭവം വരുമ്പോൾ ഇത് ഞങ്ങളെ കുറ്റം പറയരുത്, ഒറ്റപ്പെട്ട സംഭവമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇതിനെങ്ങനെ ന്യായീകരിച്ച് മെഴുകുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കരധികം സങ്കടം. അതിൽ നിന്നൊക്കെ മനസ്സിലാന്ന് വെച്ചാൽ ഇവർക്കൊക്കെന്ന് വെച്ചാൽ ഇവർക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവരുടെ ഈ ഒരു ശക്തമായ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ. ഇവരുടെ കാര്യം വരുമ്പോൾ ആരും പ്രതിഷേധമില്ല, ഒരു കാര്യമില്ല. പ്രതിഷേധിക്കുന്നവനെ അന്നേരം പാർട്ടിയിൽ നിന്ന് പിടിച്ച് ഇതാക്കിയിട്ട് ഇനി പാർട്ടിക്കെതിരെ പറയരുത് എന്ന് പറഞ്ഞ് ഓന അടിച്ചൊതുക്കൂ. എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ, നമ്മൾ മലയാളികൾക്ക് കുറച്ചുകൂടി പ്രതികരണ ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. എന്നാൽ കുറെ ആൾക്കാരുണ്ട് ഇപ്പോഴും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് മലയാളികൾ രാഷ്ട്രീയ പ്രവർത്തകരെ വിട്, പിന്നെ ഇടത് സഹയാത്രികരെ വിട്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് മലയാളികളുണ്ട് ഇപ്പോഴും ഇതിനെ ന്യായീകരിക്കുന്ന ആൾക്കാർ. അപ്പൊ ആ ന്യായീകരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർ ഇത് കേരളമാണ് എന്ന് രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ പോയിട്ട് ഇത് കേരളമാണ് 3 പ്രാവശ്യം പറഞ്ഞ് അല്ല 10 പ്രാവശ്യം പറഞ്ഞ് സിന്ദാബാദ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ആൾക്കാരായോ. മറ്റേ ആ വീട് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, എന്തെങ്കിലും ആകട്ടെ, അപ്പൊ ആ വീട്ടിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഓരങ്ങനെ കടന്നോട്ടെ. അപ്പം നമ്മളിങ്ങനെ ഏത് സമയം എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും ഇങ്ങനെ ഉത്തരേന്ത്യയിലേക്ക് നോക്കി, ഉത്തരേന്ത്യയിൽ അവിടെ ഒരു പ്രശ്നം കണ്ടു, ഉത്തരേന്ത്യയിൽ ഇവിടെ ഒരു പ്രശ്നം കണ്ടു, ഉത്തരേന്ത്യയിലെ ആരോഗ്യരംഗം തകർന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ആരോഗ്യരംഗവും തകർന്ന് അതൊക്കെ പണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഉത്തരേന്ത്യയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഓക്കെ, അപ്പം അതും കൂടി മനസ്സിലാക്കണം. മറ്റുള്ള ആൾക്കാർ അടച്ചാക്ഷേപിക്കണം. നമ്മളിങ്ങനെ അടച്ചാക്ഷേപിച്ച് നമ്മൾ അവരുടെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും. അത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ പണ്ട് അവരെങ്ങനെയായിരുന്നു, കുറച്ചു കാലം മുന്നേ അവരെങ്ങനെയായിരുന്നു, അവരുടെ മോശപ്പെട്ട കാലഘട്ടങ്ങളിലേക്ക് നമ്മളിപ്പോൾ നല്ല കാലഘട്ടം നിന്ന് മോശപ്പെട്ട കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലേ സംഭവിച്ചിരിക്കുന്നത്? മൂല്യച്യുതിയല്ലേ സംഭവിച്ചിരിക്കുന്നത്? എവിടെയാണ് ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നത്? ശരിയായ ചികിത്സ കിട്ടിയില്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിരുന്നത്, ഒരു കത്തീഡ്രൽ ലാബ് ഉണ്ടാക്കിയിരുന്നത്, കത്തീഡ്രൽ ലാബിൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കണ്ടേ? ലാബിൽ നടക്കേണ്ട കാര്യങ്ങൾ എന്നാൽ ലാബും കൊണ്ട് പോകണമല്ലോ, അത് നടക്കുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ആരോഗ്യരംഗത്ത് ചോദിക്കാനുള്ളത് നമ്മുടെ കേരള ആരോഗ്യമന്ത്രിയോടും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനോടും. ഇതൊക്കെ എന്തെങ്കിലും ശരിയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് മാറി നല്ലൊരു മന്ത്രി വന്നു കഴിഞ്ഞാൽ ഒക്കെ പെട്ടെന്ന് റെഡിയാവും. ഇത് ശരിക്ക് അഡ്മിനിസ്ട്രേഷന്റെ പ്രശ്നമാണ്. വീണ ജോർജിന് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉത്തരവാദിത്വം. കാരണം അവർ ശരിയായ രീതിയിൽ മോണിറ്റർ ചെയ്യാത്ത അവരുടെ ടീം, ഇതൊക്കെ മോണിറ്റർ ചെയ്യേണ്ട ടീമിന്റെ എന്താ പറയാ നിഷ്ക്രിയത്വമാണ് ഈ ഒരു തകർച്ചയിലേക്ക് നയിച്ചത് എന്ന് തന്നെ വേണം പറയാം. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വീണ ജോർജിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനുമാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഈ ഗവൺമെന്റിലെ ഒരു വ്യക്തിയും, ആ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തകരും ആ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സാധാ ജനങ്ങളും ഒരാൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു മരിച്ച വേണുവിന്റെ ഭാര്യനെ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല എന്ന് പറയുന്നത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ആരോഗ്യമന്ത്രിയോ ആരും വിളിച്ചിട്ടില്ല ഈ ഒരു വ്യക്തിയുടെ ഭാര്യനെ. അറ്റ്ലീസ്റ്റ്
ഇത്രയും വലിയൊരു പ്രശ്നം നടന്നപ്പോൾ ഒരുപാട് അനാസ്ഥകളായ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് അവിടെ നടന്ന പ്രശ്നങ്ങളുടെ. ഈ ഒരു ഒറ്റ കേസിൽ അവിടെ നടന്ന പ്രശ്നങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. അപ്പം അത് പൊതുമധ്യത്തിൽ എല്ലാവർക്കും അറിയാം. അപ്പം ആരെങ്കിലും ഒരാളൊന്ന് വിളിച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി ഒന്ന് ചോദിക്കണ്ടേ, അതായത് എന്താണ് അവിടെ സംഭവിച്ചത്, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് പോലും എടുക്കാൻ ആരും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. വേണുവിൻ്റെ മരണത്തിന് ഉത്തരം പറഞ്ഞേ പറ്റൂ, അഥവാ അത് പറഞ്ഞില്ലെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിച്ചേ പറ്റൂ.